ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിയെക്കുറിച്ചാണ്. ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സിലെ തന്നെ റൈറ്റ് ട്രയാങ്കിൾസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി എന്തിനെല്ലാം നമുക്ക് ഉപയോഗിക്കാം? വലിയ മരങ്ങളുടെയും കെട്ടിടങ്ങളുടെയും മലകളുടെയും ഒക്കെ ഉയരം കാണുക നമുക്ക് സാധാരണ രീതിയിൽ അളക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ട്രിഗണോമെട്രി ഉപയോഗിച്ച് ഒരു ആംഗിളും ഒരു സൈഡും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മെഷേഴ്സ് കണ്ടുപിടിച്ച് അതിൻ്റെ ഹൈറ്റൊക്കെ കാണാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ട്രിഗണോമെട്രിയുടെ ബേസിക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, റൈറ്റ് ട്രയാങ്കിളാണ് ട്രിഗണോമെട്രിയുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു 90 ഡിഗ്രി വന്നു. ഇവിടുത്തെ രണ്ട് ആംഗിൾസ് 45 ആകുമ്പോൾ അതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആകും. അതായത് രണ്ട് സൈഡ് സെയിം ആയ ഒരു ട്രയാങ്കിൾ ആകും. അതായത് ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ 45, 90 എന്ന മൂന്ന് ആംഗിൾസ് വന്ന് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വശം കിട്ടിയാൽ നമുക്ക് ബാക്കി എല്ലാ വശം ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എനിക്ക് 45 ഓപ്പോസിറ്റ് 2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ആദ്യമേ തന്നെ എഴുതുക 45, 90 1:1:√2 എന്ന് ആദ്യം എഴുതുക. ഓക്കെ, എന്നിട്ട് 45 ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 2. ഓക്കെ, അപ്പോൾ ഈ 45 ഓപ്പോസിറ്റ് 2 തന്നെ. 1നെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ √2 കിട്ടും. അപ്പോൾ 2നെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2√2. അപ്പോൾ ഈ 45 ഓപ്പോസിറ്റ് 2, ഇതിന് ഓപ്പോസിറ്റ് 2√2. ഓക്കെ, ഇനി വേറൊരു ട്രയാങ്കിൾ പരിഗണിക്കാം. ഇത് 60 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. ഓക്കെ, 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഒരു 5 സെൻറ്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. ബാക്കി സൈഡ്സ് എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. അവിടുത്തെ റേഷ്യോ 30, 60, 90 1:√3:2. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന മെഷേഴ്സ് ആദ്യം ഇത് 30ക്ക് ഓപ്പോസിറ്റ് 5. ഓക്കെ, അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. 1ൻ്റെ ഇരട്ടിയാണ് 2. അപ്പോൾ 5ൻ്റെ ഇരട്ടി 10 എടുക്കുക. 1 × √3 gives √3. അപ്പോൾ 5 × √3 gives 5√3. ഓക്കെ, അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് 5√3, 90ക്ക് ഓപ്പോസിറ്റ് 10. ഓക്കെ, ഇങ്ങനെയാണ് 45, 90, 30, 60, 90 ആംഗിൾസ് വരുന്ന ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് കാണുന്നത്. ഒരു ആംഗിൾ മതി, ഒരു സൈഡും മതി. ഓക്കെ, ഇനി ഈ ആംഗിൾസ് അല്ല 45, 30, 60 അതൊന്നും അല്ല, ഒരു 40 ഡിഗ്രി അങ്ങനെയൊക്കെയാണ് ആംഗിൾസ് വരുന്നതെങ്കിൽ നമുക്ക് ഈ രീതി പറ്റില്ല. ഓക്കെ, അവിടെയാണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയിട്ടുള്ള സൈൻ കോസ്റ്റാൻ എടുക്കുന്നത്. അപ്പോൾ സൈൻ കോസ്റ്റാൻ വെച്ചിട്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് തന്നിട്ടുണ്ട് 40, 50, 90 എന്നാണ്. 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 10 എന്നും തന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്തൊരു വാല്യൂ sin 40 = 0.6427 എന്നും തന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഏരിയ ആണ് കേട്ടോ ചോദിച്ചത്. അപ്പോൾ നമുക്കിതിൻ്റെ ഏരിയ കാണാനായിട്ട് ബേസ് ഉണ്ട്, ഹൈറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈറ്റ് കണ്ട ശേഷമേ നമുക്ക് ഏരിയയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ട്രയാങ്കിൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ആദ്യം തന്നെ ഇതിൻ്റെ സൈഡ്സ് ഒന്ന് പരിചയപ്പെടാം. 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന് ഓപ്പോസിറ്റ് എന്ന് തന്നെ പറയും. 40 ഡിഗ്രിക്ക് അടുത്ത് കിടക്കുന്ന സൈഡിനെ അതിൻ്റെ അഡ്ജസൻ്റ് എന്ന് പറയും. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെ ഹൈപ്പോടെന്യൂസ് എന്ന് പറയും. ഓക്കെ, ഇത്രയും ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വരാം. 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് കാണേണ്ടത്, അഡ്ജസൻ്റ് സൈഡാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റും അഡ്ജസൻറ്റും വരുന്ന റേഷ്യോ ഏതാണെന്ന് നോക്കാം. ഓപ്പോസിറ്റും അഡ്ജസൻറ്റും വരുന്ന റേഷ്യോ ടാൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് റേഷ്യോസിൻ്റെ സ്റ്റെപ്പ് ഒന്ന് ആലോചിക്കാം. സൈൻ = ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ്, കോസ് = അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോടെന്യൂസ്, ടാൻ = ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഈ മൂന്ന് വാല്യൂ കാണാതെ തന്നെ പഠിച്ചു വെക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ കണക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. അപ്പോൾ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാണ് കാണേണ്ടത്, അഡ്ജസൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റും അഡ്ജസൻറ്റും വരുന്ന റേഷ്യോ ഏതാണ് നോക്കുക, അത് ടാൻ ആണ്. അപ്പോൾ നമ്മൾ ആ നിന്ന ആംഗിളിൻ്റെ ടാൻ എടുക്കുക. അപ്പോൾ ടാൻ 40 = ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 10 എന്ന് കിട്ടും. ഓക്കെ,
ടാൻ 40യുടെ വാല്യൂ പേപ്പറിൽ തന്നിട്ടുണ്ടാവും, കണക്ക് ചെയ്യാനാണെങ്കിലും തന്നിട്ടുണ്ടാവും. 0.8390 ആണ് ടാൻ 40 ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ 10. ഓക്കെ, അപ്പോൾ ഈ 10നെ ഇങ്ങോട്ട് കൊണ്ടുപോകും, അപ്പോൾ ഓപ്പോസിറ്റ് ഒറ്റയ്ക്ക് കിട്ടും. അപ്പോൾ 10 ഇൻറ്റു 0.8390 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഒരു ഡെസിമൽ പ്ലേസ് ഇങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പോൾ 8.39 ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് 8.39 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ട്രിഗണോമെട്രി ഉപയോഗിച്ച് ഇതിൻ്റെ വാല്യൂ കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ കാണാം. 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, 5 ഇൻറ്റു 8.39 ചെയ്ത് കിട്ടുന്നതാണ് അതിൻ്റെ ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ ടാൻ ആണ് പരിചയപ്പെട്ടത്. ഇനി സൈൻ്റെ ഒരു ഓപ്പറേഷൻ നോക്കാം. ഓക്കെ, ഇങ്ങനെ വന്നു. അപ്പോൾ ഈ സൈഡൊന്ന് കാണാം. അപ്പോൾ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കാണണം. ഹൈപ്പോടെന്യൂസ് തന്നു, ഓപ്പോസിറ്റും ഹൈപ്പോടെന്യൂസും വരുന്ന റേഷ്യോ സൈനാണ്. അപ്പോൾ ആംഗിളിന് സൈൻ എടുക്കുക. സൈൻ 45 ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ് 5. ഓക്കെ, സൈൻ 45ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/√2 ആണ്. ഓക്കെ, അപ്പോൾ അതിട്ട് കൊടുക്കുക. 1/√2 ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ 5. 5 ഈക്വൽ ടു ഓപ്പോസിറ്റ് ഇൻറ്റു √2, ഓപ്പോസിറ്റ് ഈക്വൽ ടു 5/√2. ഓക്കെ, അപ്പോൾ ഈ സൈഡ് 5/√2 ആണ്. ഇതുപോലെ തന്നെയാണ് കോസും ചെയ്യുന്നത്. കോസ് വരുമ്പോഴേക്കും അഡ്ജസൻറ്റ് സൈഡായിരിക്കും തരാത്തത്, ഹൈപ്പോടെന്യൂസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അഡ്ജസൻറ്റും ഹൈപ്പോടെന്യൂസ് വെച്ച് കോസ് കാണുക, കോസിൻ്റെ വാല്യൂ പേപ്പറിലുണ്ടാകും, അതിടുക. ശേഷം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂസ് കിട്ടും. ഇത്ര എളുപ്പമാണ് സൈൻ കോസ് ടാൻ. അപ്പോൾ സൈൻ കോസ് ടാനിൽ നിന്ന് നമുക്ക് വേറെയും ഒരു ഇക്വേഷനും കൂടിയുണ്ട്, അത് ജസ്റ്റ് നോക്കാം. ഇവിടെ എക്സ് വൈ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ആംഗിളിൻ്റെ സൈൻ എഴുതുക. അപ്പോൾ എങ്ങനെ വരും? എക്സ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ്. അതിൻ്റെ കോസ് എഴുതുക 4/5. ഓക്കെ, ഈ സൈനും കോസും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3/5/4/5, 3/5 ഇൻറ്റു 5/4, 5 കട്ട് 3/4 എന്ന് വരും. 3/4 എന്ന് പറയുന്നത് ഇതിൻ്റെ ടാൻ അല്ലേ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് അല്ലേ. ഓക്കെ, നമുക്ക് മനസ്സിലാവും. അത് നമുക്കൊരു ജനറൽ ഫോമുലേക്കിലെത്താം. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് ആണൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി വേറൊരു ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇവിടെ സൈൻ തന്നു. സൈൻ എത്രയാണ്? 3/5 ഹോൾ സ്ക്വയർ പ്ലസ് കോസിൻ്റെ സ്ക്വയർ എത്ര വരും? 9/16 പ്ലസ് 9/25/16/25 ഈക്വൽ ടു 25/25 വിച്ച് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇത് സൈനാണ്, ഇത് കോസാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷനിലേക്ക് എത്താം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഇതെങ്ങനെയാണ്? ഒന്ന് സൈൻ എക്സിൻ്റെ സ്ക്വയർ പ്ലസ് കോസ് എക്സിൻ്റെ സ്ക്വയർ കൂട്ടിയാൽ 1 കിട്ടും. ഓക്കെ, ഇതാണ് അടുത്ത ഇക്വേഷൻ. ഓക്കെ, ഈ സ്ക്വയർ രണ്ടിനും കോമൺ ആയതുകൊണ്ട് സൈൻ ആ സ്ക്വയർ കൊടുത്തു, എക്സിന് സ്ക്വയർ വേണ്ട. ഓക്കെ, അപ്പോൾ സൈൻ എക്സ് സ്ക്വയർ പ്ലസ് കോസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1. വേറൊരു കാര്യം നമുക്ക് പരിശോധിക്കാം. എക്സ് എന്ന ആംഗിളിൻ്റെ സൈൻ എടുക്കുക. അത് എത്രയാണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ്. ഓക്കെ, അപ്പോൾ അതാണ് സൈൻ എക്സ്. ഇനി കോസ് വൈ എടുക്കുക. വൈൻ്റെ കോസ് എന്താണ്? 4/5. അതായത് സൈൻ എക്സും കോസ് വൈയും സെയിം ആണ്. എപ്പോഴാണ് ആ കണ്ടീഷൻ? എപ്പോഴാണ്? സൈൻ എക്സ് ഈക്വൽ ടു കോസ് വൈ ആകണമെങ്കിൽ എക്സ് പ്ലസ് വൈ ചെയ്താൽ 90 ഡിഗ്രി കിട്ടുന്ന ഏത് ഇൻസ്റ്റൻസിലും സൈൻ എക്സും കോസ് വൈയും സെയിം ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ട്രിഗണോമെട്രിയിൽ വരുന്ന ഇക്വേഷൻസ്. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് 3 നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം കാണും, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഇല്ലെന്ന്. ഉറപ്പായും ഉണ്ട്. സൈൻ എക്സിൻ്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻ്റെ പേരാണ് കൊസീക് എക്സ്. കോസ് എക്സിൻ്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷനാണ് സീക്ക് എക്സ്. ടാൻ എക്സിൻ്റെ ഇൻവേഴ്സ് ഫങ്ഷനാണ് കോട്ട് എക്സ്. ഓക്കെ, ഇത് വെച്ചിട്ടും
നമ്മൾക്ക് കണക്കുകളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിളും തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്, കോഡ് ലെങ്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നമുക്കൊരു ഇക്വേഷനുണ്ട്, L = 2r sin c degree by 2. ഓക്കെ, ലെങ്ത് ഓഫ് കോഡ് ഈക്വൽ ടു 2 times റേഡിയസ് ഇൻറ്റു സൈൻ ഓഫ് സെൻട്രൽ ആംഗിൾ ബൈ 2. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 2 ഇൻറ്റു റേഡിയസ് എത്രയാണ് 7 ഇൻറ്റു സൈൻ ഓഫ് സെൻട്രൽ ആംഗിൾ, സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയുടെ സൈൻ, അപ്പോൾ സൈൻ 14. ഓക്കെ, അപ്പോൾ 14 ഇൻറ്റു സൈൻ 40യുടെ വാല്യൂ നമുക്ക് പേപ്പറിൽ തരും 0.6427. അപ്പോൾ ഇത് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് കോഡ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾക്ക് എക്സാമിലേക്ക് വരുന്ന സമയത്ത് ഒരു 5 മാർക്കിനൊക്കെ, ഇതൊക്കെ ഒരു 3-4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 5 മാർക്കിലേക്ക് വരുന്ന സമയത്ത് കൂടുതലും ചോദിക്കുന്നത് ഒരു കുട്ടി ഒരു മരത്തിന് ഇത്ര ഡിഗ്രിയിൽ കണ്ടു, അവൻ പുറകോട്ട് മാറി ഇത്ര ഡിഗ്രിയിൽ കണ്ടു, അങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അവിടെ ബേസിക് സൈൻ കോസ്റ്റാൻ ചെയ്യാൻ അറിഞ്ഞാൽ മാത്രം മതി. ചില പ്രോസസ്സിൽ മാത്രം അത് മാത്രം അറിഞ്ഞാൽ പോരെ, ജസ്റ്റ് ആ 2 ഇക്വേഷനെ ഒന്ന് ഇക്വേറ്റ് ചെയ്യാനും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, അതും നമുക്കിതുപോലെ സൈൻ കോസ്റ്റാൻ ഇട്ടാൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിം ആക്കിക്കൊണ്ട് ഒരു ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്ത് എക്സും വൈയും കണ്ടുപിടിച്ച് നമുക്കതിൻ്റെ ഹൈറ്റിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയാണ് ഇച്ചിരി കൂടി ഇതിൻ്റെ ഒരു സെക്കൻഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.